എന്ന് വെച്ചാൽ നല്ലൊരു പെസ്റ്റിസൈഡാണ്. അടിപൊളി പെസ്റ്റിസൈഡാണ്. അത് നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഐറ്റംസ് ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് പപ്പായ ലീഫാണ്. നമ്മളിതിന് മുമ്പ് 1-2 പ്രാവശ്യം പപ്പായ ലീഫ് വെച്ച് വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത് വെളുത്തുള്ളി ഗാർലിക്, ഇത് പെപ്പർ കുരുമുളക് പൊടി കേട്ടോ. ഇത് 4 ഐറ്റംസ് വെച്ചിട്ട് ഞാൻ നല്ലൊരു പെസ്റ്റിസൈഡ് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇത്ര ആവശ്യമില്ല, ഒരു 3-4 അല്ലി മതി കേട്ടോ. കൂടുതൽ ഞാൻ എടുത്തതേ ഉള്ളൂ, ഒരു 4 അല്ലി. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവനെ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളം ഒരു 100 ml 200 ml വെള്ളത്തിൽ ഇവനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ആ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവനെ ആഡ് ചെയ്യുന്നു. പിന്നെ ഇവനെ ചതച്ചിട്ട്, ഇനി ചതയ്ക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവനെ എടുത്ത് ബ്ലെൻഡ് ചെയ്യാം. എങ്ങനെ വേണേൽ ചെയ്യാം, ഈ 2 രീതിയും ചെയ്യാം. ഇതിടുന്ന സമയത്ത് ഇവനെ എടുത്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവനെ ചതച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം ഇവനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്യണം. നമ്മൾ ആ തുണി ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തതിന് ശേഷം എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്യാം, സ്പ്രേ ചെയ്യാം. പിന്നെ ഇപ്പോൾ ആ ഡൈല്യൂഷൻ വെച്ചാൽ മറന്നുപോയി. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 250 ml ഉണ്ട് വെച്ചാൽ ഒരു 1:3 റേഷ്യോയിൽ ഇവനെ ഡൈല്യൂട്ട് ചെയ്യണം. ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ഈ പെസ്റ്റ് വരുന്ന, അതായത് ഈ മുളക്, ചാഴി എന്ന സംഭവം, പയറിൻ്റെ മേലെ ചാഴി ഉണ്ടാവും. പിന്നെ ഈ കയ്പേൻ്റെയും പയറിൻ്റെയും എന്താ പറയുക, മറ്റേ ചെടികളുടെ മേലെയൊക്കെ കാണുന്ന ഈ കീടങ്ങൾ, പാറ്റകൾ, ഇതൊക്കെ അകന്നു പോകും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുക. ഒരു വീക്കിലി വൺസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇവൻ. അത് സ്ട്രോങ് ആക്കരുത്, ഇത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ 1:3 റേഷ്യോയിൽ ഇതിനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അടിച്ചാൽ മതി കേട്ടോ. ഞാൻ പറയാ 2 ആഴ്ച ഒരു ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി. സംഭവം അത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്ട്രോങ് ആണ്, മറക്കണ്ട. അപ്പം ഞാനിതൊന്ന് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇല്ല, അരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കളർ മാറി, പച്ചപ്പ് മാറി. എല്ലാം കൂടി പപ്പായ, ഇത് എന്താ പറയുന്ന മഞ്ഞൾപ്പൊടി, ഗാർലിക്, ഇതെല്ലാം കൂടിയുള്ള മിക്സാണിത്. ഇതിൽ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 100 ml ഉണ്ടെന്ന് വെച്ചാൽ ഒരു 300 ml, 1/3, അതായത് ഇത് 100 ml ആണെന്ന് വെച്ചാൽ ഒരു 300 ml വെള്ളം ആഡ് ചെയ്യണം. 1:3. എന്നിട്ട് ചെടികൾക്ക് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെടികൾക്കും കൊടുക്കുക കേട്ടോ. ഈ പുഴു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴു, പാറ്റ, ഈച്ച, വണ്ട് ഇത്തരം കാര്യം കീടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എല്ലാറ്റിനും ഒരു പരിധി വരെ ഇത് പ്രതിരോധിക്കും കേട്ടോ. അതെ, കൂടുതലാവുന്നത് അത് സ്ട്രോങ് ആണ് സംഭവം. കാരണം പപ്പായൻ്റെ ലീഫിൻ്റെ കുറച്ച് സ്ട്രോങ് കൂടുതലാണ്. പിന്നെ അതുമല്ല, പിന്നെ വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. 1:3 റേഷ്യോയിൽ ഇതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ കേട്ടോ. ബൈ.